നമസ്കാരം, തത്വ കോമ്പറ്റേറ്റീവ് എക്സാം കോർണറിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മളൊരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. ആ വീഡിയോയിൽ പറഞ്ഞിരുന്ന കാര്യങ്ങൾ നമ്മുടെ പുതിയൊരു റിവിഷൻ മെത്തേഡിനെ പറ്റിയിട്ട് ഇൻട്രൊഡ്യൂസ് ചെയ്തു. എന്തായിരുന്നു? റാപ്പിഡ് ആയിട്ടുള്ള നമ്മുടെ ബ്രെയിൻ സ്റ്റോമിംഗ് ടെക്നിക്ക് ഉപയോഗിച്ച് നമുക്ക് എങ്ങനെ പ്രിലിംസ് നേടാം എന്നുള്ളതായിരുന്നു ടോപ്പിക്ക്. അപ്പോൾ ഒരുപാട് പേര് അതിന് നല്ലൊരു റെസ്പോൺസ് ആണ് തന്നിരിക്കുന്നത്. വളരെയധികം സന്തോഷം. നിങ്ങൾക്ക് എഫക്റ്റീവ് എന്ന് തോന്നുന്ന കാര്യം മാത്രമേ ഞാൻ ചെയ്യൂ കേട്ടോ. അങ്ങനൊരു ചുമ്മാ നമുക്ക് കുറച്ച് വ്യൂ കിട്ടാൻ വേണ്ടിയിട്ടുള്ളതല്ല, നന്നായിട്ട് പഠിച്ചിട്ട് മാത്രമേ ചെയ്യൂ. അങ്ങനെ വിശ്വാസമുള്ളവർ മാത്രം ഫോളോ ചെയ്താൽ മതി കേട്ടോ. അല്ലാതെ ആരെയും നിർബന്ധിക്കുന്നൊന്നുമില്ല. നിങ്ങൾക്ക് എഫക്റ്റീവ് ആണെന്ന് തോന്നുവാണെങ്കിൽ പിന്നീട് ഉള്ള ഒരു ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത്, ഇത് പ്രിലിമിനറിക്ക് എഫക്റ്റീവ് ആണോ, ഇത് മെയിൻസ് വരുമ്പോഴല്ലേ എഫക്റ്റീവ് എന്ന് കുറച്ച് പേര് ചോദിക്കുന്നുണ്ട്. അതിനുള്ളൊരു മറുപടി ഞാൻ പറയാം. ചാനൽ തുടങ്ങിയപ്പോൾ തൊട്ട് കാണുന്ന ആൾക്കാരാണെങ്കിൽ ഞാൻ തുടക്കം തൊട്ട് പറയുന്ന ഒരു കാര്യമാണ്, പ്രിലിമിനറി പാസ്സാകുക എന്നുള്ള ഒരു ലക്ഷ്യത്തോടു കൂടിയിട്ട് ആരെങ്കിലും ഇവിടെ വരുന്നുണ്ടെങ്കിൽ അത് വേണ്ട. നമുക്ക് പ്രിലിമിനറി എന്നുള്ളതല്ല നമ്മുടെ കടമ്പ. പ്രിലിംസ് പാസ്സാവാൻ എല്ലാവരെയും കൊണ്ടും പറ്റും. പക്ഷേ നമ്മളുടെ കടമ്പ എന്താണ്? നമ്മളൊരു ജോലിക്ക് വേണ്ടിയിട്ടാണ് ശ്രമിക്കുന്നത്. സോ മെയിൻസും പാസ്സായി, ഇൻ്റർവ്യൂ ഒക്കെ പാസ്സായതിനു ശേഷമുള്ള ജോബാണ് നമുക്ക് വേണ്ടത്. അതുകൊണ്ട് പ്രിലിമിനറിക്ക് ഞാൻ ഇപ്പോൾ പഠിച്ചിട്ട് മെയിൻസ് ഒരു 3 മാസം സമയം ചിലപ്പോൾ കാണത്തുള്ളൂ. ആ സമയത്ത് ഞാൻ മെയിൻസിന് അങ്ങ് പഠിച്ചോളാം, അതിന് ഡിസ്ക്രിപ്റ്റീവ് ആണോ അല്ലയോ എന്ന് നമുക്ക് പറയാൻ പറ്റില്ല. ഡിഗ്രി ലെവലൊക്കെ വരുന്ന സമയത്ത് ആ സമയത്ത് ഞാൻ പഠിച്ചോളാം എന്ന് പറയുകയാണെങ്കിൽ അത് നിങ്ങളൊരു കംഫർട്ട് സോണിൽ നിൽക്കുകയാണെന്ന് ഞാൻ പറയും. കംഫർട്ട് സോണിൽ നിന്നും ഇനിയെങ്കിലും വെളിയിൽ വരിക. റാങ്ക് ഫയൽസിനകത്തെ പോയിന്റ്സ് മാത്രം കാണാൻ പഠിച്ചിട്ട് ഞാൻ അങ്ങ് പഠിച്ചോളാം, അല്ലെങ്കിൽ പ്രിലിമിനറി പാസ് ആയിക്കോളാം, മെയിൻസ് വരുമ്പോൾ എന്ത് വന്നു കഴിഞ്ഞാലും ഞാൻ അപ്പം പഠിച്ചോളാം എന്ന് പറയുന്നത് അത് നമ്മുടെ ഒരു രക്ഷപ്പെടലാണ്. സോ നമ്മുടെ കുട്ടികളോട് പറയാനുള്ളത്, നിങ്ങൾ ഉറപ്പായിട്ടും ഒരു ടോപ്പിക്ക് പഠിക്കുകയാണെങ്കിൽ, ഫോർ എക്സാമ്പിൾ ഇവിടെ എഴുതിയിരിക്കുന്ന ഒരു ടോപ്പിക്കാണ് വാട്ടർഷെഡ് മാനേജ്മെൻറ്റ്. അത് പഠിക്കുന്ന സമയത്ത് കംപ്ലീറ്റ് ആയിട്ട് അതിനെ പറ്റിയിട്ട് അങ്ങ് പഠിച്ചേക്കാം. എന്താണ് വാട്ടർഷെഡ് മാനേജ്മെൻറ്റ് എന്ന് തുടങ്ങി അത് എത്രത്തോളം ഉണ്ട് എന്നുള്ളത്, അതായത് നിലവിൽ എത്ര വാട്ടർഷെഡ് മാനേജ്മെൻറ്റുമായിട്ട് റിലേറ്റ് ചെയ്ത് തണ്ണീർത്തടങ്ങളാണ് ഉള്ളത്, അല്ലെങ്കിൽ കേരളത്തിൽ എത്രയുണ്ട്, കറണ്ട് അഫയേഴ്സ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതെങ്ങനെയാണ്, അല്ലെങ്കിൽ തണ്ണീർത്തടത്തിനെ സംബന്ധിച്ചിട്ട് എന്തൊക്കെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോയിന്റ്സ് ആണോ അത് കംപ്ലീറ്റ് നിങ്ങൾ പഠിച്ചു വെച്ചേക്കാം. നമുക്ക് പ്രത്യേകിച്ച് പോകാനൊന്നുമില്ല അല്ലേ. നമുക്ക് ഈ ഒരു തണ്ണീർത്തടം അങ്ങ് ഉറപ്പിച്ച് പോയി കഴിഞ്ഞാൽ മെയിൻസ് അല്ല, ഇനി ഏതൊരു എക്സാം വന്നു കഴിഞ്ഞാലും നമ്മൾ രക്ഷപ്പെടും അല്ലേ. പറയുന്നത് ശരിയാണെന്ന് തോന്നുന്നുണ്ടോ? അപ്പം അതുകൊണ്ടാണ് എപ്പോഴും പറയുന്നത്, ഇത് കഴിഞ്ഞിട്ട് അത് അങ്ങനെ വേണ്ട. നമുക്ക് ഇനി ഇതിനകത്ത് ഏതൊരു എക്സാമിന് വന്നു കഴിഞ്ഞാലും ഈ ഒരു പോയിന്റ്സിനൊന്നും ഒരുപാട് മാറ്റം വരാൻ പോകുന്നില്ല. ഹിസ്റ്ററി മാറാൻ പോകുന്നില്ല, ജോഗ്രഫി മാറാൻ പോകുന്നില്ല, എല്ലാം അത് തന്നെ. SCERT പുസ്തകവും മാറാൻ പോകുന്നില്ല അല്ലേ. SCERT ടെക്സ്റ്റ് ബുക്കിലുള്ള ഫുൾ പാഠങ്ങളുടെ പേര് തന്നെയാണ് നമുക്ക് സിലബസിനകത്ത് വന്നിരിക്കുന്നത്. അപ്പം നമ്മളിപ്പോൾ പഠിച്ചു പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ മെയിൻസിന് നമുക്ക് വലിയ ടഫ്നെസ് ഒന്നും വരില്ല, ഒരുപാട് സ്ട്രെസ് ഒന്നും വരില്ല, സുഖമായിട്ട് നമുക്ക് മെയിൻസ് കടക്കാൻ പറ്റും. ആദ്യത്തെ കുറേ റാങ്ക് ലിസ്റ്റിൽ വരാനും പറ്റും. അതുകൊണ്ട് നിങ്ങളോട് ഞാൻ പറയുന്നത്, നിങ്ങളിപ്പോൾ പഠിക്കുന്ന കാര്യങ്ങൾ അടിസ്ഥാനമായിട്ട് തന്നെ പഠിക്കാൻ പോകുക. അതിന് ഏറ്റവും നല്ലൊരു മാർഗ്ഗമാണ് ഈ പറയുന്ന ഈ ബ്രെയിൻ സ്റ്റോമിംഗ് മെത്തേഡ് എന്ന് പറയുന്നത്. അപ്പം ഇന്നത്തെ ടോപ്പിക്ക് പറയാൻ വേണ്ടിയിട്ടാണ് ഞാൻ വന്നത്. ഇന്നത്തെ ടോപ്പിക്ക്, അതായത് ഇന്ന് നിങ്ങൾ പഠിക്കാനായിട്ട് ഞാൻ ടോപ്പിക്ക് തരുന്നു. നാളെ നിങ്ങൾ ഇത്രയും ടോപ്പിക്സ്, ഞാൻ വീഡിയോയിൽ പറഞ്ഞത് 20 ടോപ്പിക് എന്നായിരുന്നു. 20 ടോപ്പിക്ക് തുടക്കത്തിൽ തരുന്നില്ല, കാരണം എത്ര പേർക്ക് ഇത് ഫോളോ ചെയ്യാൻ പറ്റുമെന്ന് നമുക്കൊന്ന് അറിയണമല്ലോ. അതുകൊണ്ട് 15 ടോപ്പിക്ക് പല സെക്ഷനിൽ നിന്ന് എടുത്തിട്ടുള്ളതാണ്. മാർക്ക് ഡിസ്ട്രിബ്യൂഷൻ ബേസ് ചെയ്ത് തന്നെയാണ് എടുത്തിരിക്കുന്നത്. ആ പല ടോപ്പിക്കിനകത്തുനിന്ന് ഈ 15 ടോപ്പിക്ക് കംപ്ലീറ്റ് നിങ്ങൾ അടിസ്ഥാനപരമായിട്ട് SCERT പ്ലസ് സമഗ്ര പ്ലസ് റാങ്ക് ഫയൽസ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് പ്ലസ് ഇതിൻ്റെ വീഡിയോസ് നമ്മൾ ചെയ്തിട്ടുള്ളതിൻ്റെ ലിങ്ക് ഞാൻ താഴെ കൊടുത്തേക്കാം. അത് റെഫർ ചെയ്യേണ്ടവർക്ക് ആ വീഡിയോ കണ്ടതിന് ശേഷം എക്സ്ട്രാ പോയിന്റ്സ് വേണമെങ്കിൽ എഴുതിയെടുക്കാം. അതെല്ലാം കൂടെ മിക്സ് ചെയ്തിട്ട് ഓരോ ടോപ്പിക്കിനെ പറ്റിയിട്ടും നല്ല അടിസ്ഥാനപരമായി പഠിച്ചിട്ട് വേണം നിങ്ങൾ വരാൻ. നാളെ ഞാൻ ഏത് സമയത്ത് വീഡിയോ ചെയ്യണം, അതായത് ഏത് സമയത്തായിരിക്കണം നിങ്ങൾക്ക് എഴുതാനുള്ള ടോപ്പിക്ക് തരേണ്ടത് എന്ന് നിങ്ങൾ നിർദ്ദേശിക്കുക. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ വീട്ടമ്മമാരും അല്ലെങ്കിൽ ജോലിക്ക് പോകുന്നവരും അല്ലെങ്കിൽ സ്റ്റുഡൻസ് ആയിട്ടുള്ള ആൾക്കാർ ഒരുപാട് പേര് നമ്മുടെ ചാനൽ ഫോളോ ചെയ്യുന്നുണ്ട്. നിങ്ങളെല്ലാവരും കൂടെ ചേർന്നിട്ട് എല്ലാവർക്കും ആപ്റ്റ് ആയിട്ടുള്ളൊരു സമയം, ആ ഒരു സമയം നിങ്ങൾ നിർദ്ദേശിക്കുക. ഏറ്റവും കൂടുതൽ കമൻറ്റ് വരുന്നതിനനുസരിച്ചിട്ട് നമ്മൾ ആ ഒരു സമയം ഷെഡ്യൂൾ ചെയ്യുന്നതായിരിക്കും. ആ സമയത്ത് ഞാൻ ടോപ്പിക്ക് തരും. ഈ 15 ടോപ്പിക്കിനകത്തുനിന്ന് ചിലപ്പോൾ നമ്മൾ 7 ടോപ്പിക്കായിരിക്കും റാൻഡമായിട്ട് പിക്ക് ചെയ്യുന്നത്. ആ 7 ടോപ്പിക്ക് നിങ്ങൾക്ക് പറയും. ആ 7 ടോപ്പിക്കിനകത്തുനിന്ന് ഓരോ ടോപ്പിക് വൈസ് നിങ്ങൾ എഴുതുക. എഴുതുന്നതിനകത്ത് മാക്സിമം പോയിന്റ്സ്, നിങ്ങൾ പഠിച്ച മാക്സിമം പോയിന്റ്സ്, അതിനെപ്പറ്റി അറിയാവുന്ന പോയിന്റ്സ്, കറണ്ട് അഫയേഴ്സ് എല്ലാം നിങ്ങൾ നോട്ട് ചെയ്ത് പോകാനായിട്ട് ശ്രദ്ധിക്കുക. വിട്ടുപോകുന്ന പോയിന്റ്സ് നിങ്ങൾ അവിടോട്ട് നോട്ട് ചെയ്ത് വെച്ചിട്ട് പിന്നീട് ഈ ഒരു റാൻഡം ഇതെല്ലാം കഴിഞ്ഞതിന് ശേഷം നിങ്ങൾ പോയി ചെക്ക് ചെയ്യുക, ഞാൻ എന്താണ് മറന്നുപോയത്, അല്ലെങ്കിൽ ഞാൻ എന്താണ് വിട്ടുപോകുന്നത്, ഇതിനകത്ത് എന്തൊക്കെ പോയിന്റ്സ് കൊണ്ട് ചോദിക്കാൻ സാധ്യത ഉണ്ടായിരുന്നു, ഇതെല്ലാം നിങ്ങളൊന്ന് നോട്ട് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ആ പോയിന്റ്സ് എല്ലാം നമുക്ക് ഉറയ്ക്കും. ഇപ്പോഴെങ്കിലും മനസ്സിലായല്ലോ എന്താണ് ഉദ്ദേശിച്ചിരിക്കുന്നത്. നോക്കാം, 21-ാം തീയതി പഠിച്ചുകൊണ്ട് വരാനുള്ള ടോപ്പിക്സ് ആണ് ഇത്. ആദ്യം തന്നിരിക്കുന്ന 2 എണ്ണം എന്ന് പറയുന്നത് എക്കണോമിക്സ് ആണ്. നീതി ആയോഗ് പഠിക്കുക, പ്ലസ് ഇന്ത്യൻ എക്കണോമിക് പ്ലാനിങ്ങിനെ പറ്റിയിട്ട് ഡീറ്റെയിൽഡ് ആയിട്ട് പഠിക്കുക, 2 പോയിന്റ്സ്. ഇനി റിമോട്ട് സെൻസിങ്ങും GIS-ഉം
നമ്മുടെ ബേസിക് ആയിട്ടുള്ള ജോഗ്രഫിയിൽ നിന്നും പഠിച്ചുകൊണ്ട് വരിക. പ്ലസ് ഇന്ത്യയുടെ നോർത്തേൺ മൗണ്ടൻ റീജിയൻ മാത്രമാണ്, ഉത്തരപർവ്വത മേഖല മാത്രം വൃത്തിയായിട്ട് പഠിച്ചുകൊണ്ട് വരിക. എന്താണ് ഉദ്ദേശിച്ചിരിക്കുന്നത് മനസ്സിലായി കാണും. കേരളത്തിനകത്ത് മിനറൽസ് ആൻഡ് ഇൻഡസ്ട്രീസ്, കേരളത്തിലെ മിനറൽസും ധാതുക്കളും ഇൻഡസ്ട്രീസും വ്യക്തമായിട്ട് പഠിക്കുക. ദെൻ വാട്ടർഷെഡ് മാനേജ്മെന്റ്, ഇന്ത്യൻ സിവിൽ സർവീസ്, സ്റ്റേറ്റ് സിവിൽ സർവീസ്, ഇ ഗവേണൻസ്, ഇത്രയും കാര്യങ്ങളാണ് നിങ്ങൾ സിവിക്സിൽ നിന്നും പഠിക്കേണ്ടത്. കോൺസ്റ്റിറ്റ്യൂന്റ് അസംബ്ലി, പ്രിയാമ്പിൾ, ഇത്രയും കാര്യങ്ങൾ എവിടെ നിന്ന് കോൺസ്റ്റിറ്റ്യൂഷൻ അതൊന്ന് പഠിച്ചുകൊണ്ട് വരിക. ഹിസ്റ്ററിക്ക് അതൊന്ന് നിങ്ങൾ ഫോക്കസ് ചെയ്യേണ്ടത് ഡെവലപ്മെന്റ് ഇൻ സയൻസ് എഡ്യൂക്കേഷൻ ടെക്നോളജി ഇൻ ഇന്ത്യ. അപ്പം സയൻസിൻ്റെയും എഡ്യൂക്കേഷൻ്റെയും ടെക്നോളജിയുടെയും ഇന്ത്യയിലെ ഡെവലപ്മെൻറ്റിനെ പറ്റിയിട്ട് ഹിസ്റ്ററിയിൽ നിന്ന് പഠിച്ചുകൊണ്ട് വരിക. സോഷ്യൽ ആൻഡ് റിലീജിയസ് റീഫോം മൂവ്മെൻറ്റ്സ്, അത് കേരളമാണ്. ഇത് കേരളത്തിൻ്റെ സോഷ്യൽ റിലീജിയസ് ആൻഡ് റീഫോം മൂവ്മെൻറ്റ്സ്, അതുപോലെ നാഷണൽ മൂവ്മെൻറ്റ്സ് ഇൻ കേരള, ഈ 3 പോയിന്റ്സ് എവിടെ നിന്ന് പഠിക്കുക? ഹിസ്റ്ററിയിൽ നിന്ന് പഠിക്കുക. അപ്പോൾ പഠിക്കേണ്ട സമയത്ത് പറഞ്ഞു SCERT പ്ലസ് സമഗ്ര പ്ലസ് എന്തെങ്കിലും റാങ്ക് ഫയൽസ് പ്ലസ് നമ്മൾ ചെയ്ത വീഡിയോസ് താഴെ ഞാൻ ലിങ്ക് കൊടുത്തിരിക്കാം. അതല്ല അത് ഫോളോ ചെയ്യാതെ മറ്റ് യൂട്യൂബ് ചാനൽസ് നല്ലത് ഒരുപാടുണ്ട്, അവരുടെ നോക്കണമെങ്കിൽ അതും നോക്കാം. അതിന് ശേഷം കംപ്ലീറ്റ് പഠിച്ചിട്ട് വേണം നിങ്ങൾ നമ്മുടെ റാൻഡം പിക്കിങ്ങിനായിട്ട് വരാൻ വേണ്ടിയിട്ട്. അപ്പം എളുപ്പത്തിൽ സെലക്ട് ചെയ്യാൻ പറ്റുന്ന ഒരു 1-2, ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഞാൻ വാട്ടർഷെഡ് മാനേജ്മെൻറ്റ്, ഈ ഗവേണൻസ്, സോഷ്യൽ റിലീജിയസ് റീഫോം മൂവ്മെൻറ്റ്സ് അങ്ങനെയൊക്കെ ആയിരിക്കും എടുക്കുന്നത്. ആ സമയത്ത് അതിനെ പറ്റിയിട്ടുള്ള മാക്സിമം കാര്യങ്ങൾ നിങ്ങൾ നോട്ട് ചെയ്ത് പോകാനായിട്ട് ശ്രദ്ധിക്കുക. മനസ്സിലായി കാണുമെന്ന് വിശ്വസിക്കുന്നു. അടിസ്ഥാനപരമായിട്ട് തന്നെ പഠിച്ചുകൊണ്ട് വരിക. ഇനി ഒരു ഡൗട്ട് വരുന്നത് ഈ സോഷ്യൽ ആൻഡ് റിലീജിയസ് റീഫോം മൂവ്മെൻറ്റ്സ് കേരള, അപ്പോൾ അങ്ങനെ വരുന്ന സമയത്ത് റാൻഡമായിട്ട് എഴുതാൻ പറയുമ്പം നിങ്ങൾക്ക് ഡൗട്ട് തോന്നാം ഇത് എവിടെ നിന്ന് തുടങ്ങും എന്നുള്ളത്, അല്ലേ? എവിടെ നിന്ന് തുടങ്ങും എന്ന് ചോദിക്കുവാണെന്നുണ്ടെങ്കിൽ എന്തൊക്കെ റിലീജിയസ് റീഫോം മൂവ്മെൻറ്റ്സ് ആണ് കേരളത്തിൽ നടന്നിട്ടുള്ളത്, അല്ലെങ്കിൽ അതിൻ്റെയൊക്കെ നേതാക്കന്മാർ ആരായിരുന്നു, ആ നേതാക്കന്മാരുടെ പേരിൽ അറിയപ്പെടുന്ന പ്രസ്ഥാനങ്ങളെ പറ്റിയിട്ട്, അത് സ്റ്റാർട്ട് ചെയ്ത വർഷം, അതൊക്കെയാണ് നമ്മളിവിടെ ഉദ്ദേശിക്കുന്നത്. അതെല്ലാം നിങ്ങൾ തനിയെ എഴുതി നോക്കാനായിട്ട് ശ്രദ്ധിക്കുക. അവിടെയാണ് നമ്മുടെ വിജയം ഇരിക്കുന്നത്. ഓക്കെ ആണെന്ന് വിശ്വസിക്കുന്നു. അപ്പം ഇത്രയും കാര്യങ്ങൾ നോട്ട് ചെയ്യേണ്ടവർക്ക് നോട്ട് ചെയ്യാം. പിന്നീട് ഞാൻ പറയാനുള്ളൊരു കാര്യം, നോട്ട് ചെയ്യാൻ സമയം തരാം. പിന്നീട് പറയുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് SCERTയുടെ ലിസ്റ്റ് നിങ്ങൾ ചോദിച്ചിട്ടുണ്ട് അല്ലേ? അപ്പോൾ SCERTയുടെ ഏറ്റവും കൂടുതൽ ഫോക്കസ് ചെയ്യേണ്ട ലിസ്റ്റ് ഞാൻ വേറൊരു വീഡിയോയിലായിട്ട് ചെയ്യാം. അതായിരിക്കും എല്ലാവർക്കും നല്ലത്. ആ ലിസ്റ്റ് ഞാൻ മറ്റൊരു വീഡിയോയിൽ ചെയ്യാം. ഇന്ന് ഞാൻ തരുന്നില്ല, ഇന്ന് സമയത്തിന് കുറച്ച് ലിമിറ്റഡ് ആയതുകൊണ്ട് ഇന്ന് തരുന്നില്ല. നോട്ട് ചെയ്യേണ്ടവർക്ക് നോട്ട് ചെയ്യാം. അപ്പോൾ വീഡിയോ നിർത്തുകയാണ്. എല്ലാവർക്കും നന്ദി, നമസ്കാരം. കൂട്ടത്തിൽ നിങ്ങൾക്ക് വീഡിയോസൊക്കെ ഇഷ്ടമാവുന്നുണ്ടെങ്കിൽ നിങ്ങൾ ഉറപ്പായിട്ടും ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. നെക്സ്റ്റ് വീഡിയോയിൽ കാണുന്നിടം വരെ ബൈ.